ഹായ് ആൾ, എൻ്റെ പേര് രാഹുൽ. ഞാൻ കല്ലമ്പലം KTCT കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ BCom BBA സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ലോ. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് IT ആക്ട്. അപ്പോൾ ഈ വീഡിയോയിൽ IT ആക്റ്റും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് IT ആക്ട് എന്താണെന്ന് നോക്കാം. It is the mother legislation dealing with e-commerce, e-transaction and to facilitate e-governance and to prevent cyber crimes. It was introduced in October 17th, 2000. ഒക്ടോബർ 17, 2000 IT ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇലക്ട്രോണിക്കലി, അതായത് ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഒരു ലീഗൽ വാല്യൂ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനൊരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് IT ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2000 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മെയിനായിട്ട് ഈ IT ആക്ട് ഫോക്കസ് ചെയ്തിരുന്നത് കൊമേഴ്സ് ട്രാൻസാക്ഷൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിൽ ഗവേണൻസ് കൂടുതൽ നല്ല രീതിയിൽ ഇന്ത്യയിൽ നടപ്പാക്കുക, സൈബർ ക്രൈംസ് പ്രിവെൻറ്റ് ചെയ്യുക തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു IT ആക്ട് 2000 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനുശേഷം 2006 2008 രണ്ട് അമെൻമെൻറ്റ്, അതായത് കുറച്ച് ഭേദഗതികൾ ഈ IT ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട അമെൻമെൻറ്റ് നടന്നത് 2008 IT ആക്ടിൽ മുഴുവനായിട്ട് 94 സെക്ഷനുകളാണുള്ളത്. ഈ 94 സെക്ഷനുകളെ 13 ചാപ്റ്ററായിട്ടാണ് IT ആക്ടിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. IT ആക്ട് 2008 അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അത് പിന്നെ അറിയപ്പെട്ടത് ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് 2008 എന്നാണ്, അഥവാ ITAA 2008. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, എപ്പോഴും IT ആക്ട് എന്ന് മാത്രം ക്വസ്റ്റ്യനിൽ ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ ITAA എന്ന ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അമെൻമെൻറ്റ് ആക്ട് ആണ് എന്നത് മറന്നുപോകാതിരിക്കുക. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2008 ഈ അമെൻമെൻറ്റിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ ക്രൈംസ്, സൈബർ ടെററിസം, ഡേറ്റ പ്രൊട്ടക്ഷൻ, ഈ IT ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള പീനൽ പ്രൊവിഷൻസ്, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ 2008 IT ആക്ട് അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടത്. ഇനി ഈ IT ആക്ടിനകത്ത് തന്നെ വരുന്ന പലതരത്തിലുള്ള ടേംസ് ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഈ IT ആക്ടിൽ മെയിനായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കൊമേഴ്സ്. കൊമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇൻ്റർനെറ്റ്. സ്മാർട്ട് ഫോണുകളുടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളുടെയോ ഒക്കെ സഹായത്തോടു കൂടി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ജനറലി കൊമേഴ്സും ബിസിനസ്സും ഒന്നാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല, രണ്ടാണ്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു എൻറ്റയർ ബിസിനസ് ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് ബിസിനസ്. കൊമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ അതിനെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് കൊമേഴ്സ്. ഒരിക്കലും കൊമേഴ്സും ബിസിനസ്സും സെയിം അല്ല. IT ആക്ടിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഗവേണൻസ്. ഗവേണൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ്. ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പലതരത്തിലുള്ള സർവീസുകളുണ്ട്. അത് ഇൻഫർമേഷൻ്റെയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിച്ച് ഗവൺമെൻറ് സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. IT ആക്ടിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് സൈബർ ക്രൈം. ഇപ്പോൾ നമുക്ക് സൈബർ ക്രൈം എന്താണ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ക്രൈം ദാറ്റ് ഇൻവോൾവ്സ് എ കമ്പ്യൂട്ടർ ആൻഡ് എ നെറ്റ്വർക്ക്. ഹിയർ കമ്പ്യൂട്ടർ മേ യൂസ്ഡ് ഫോർ കണ്ടക്ടിങ് എ ക്രൈം ഓർ കമ്പ്യൂട്ടർ ഈസ് ദ ടാർഗറ്റ് ഓഫ് ദ ക്രൈം. കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഇതിൻ്റെ സഹായത്തോടു കൂടി ഒരു ക്രൈം കണ്ടക്ട് ചെയ്താൽ അത് സൈബർ ക്രൈമാണ്.
ഇവിടെ രണ്ട് തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രൈം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഒക്കെ ആയിരിക്കും ആ സൈബർ ക്രൈമിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറുകളെയോ സ്മാർട്ട് ഫോണുകളെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഡേറ്റകളെയൊക്കെ ലക്ഷ്യമിട്ടിട്ടായിരിക്കും ഈ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഈ രണ്ട് സിറ്റുവേഷനിലും ഇതിനെ സൈബർ ക്രൈം എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും സഹായത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയെ നമുക്ക് സൈബർ ക്രൈം എന്ന് പറയാം. സൈബർ ക്രൈംസ് പോലെ തന്നെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് സൈബർ ടെററിസം. അപ്പോൾ നമുക്ക് സൈബർ ടെററിസം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ സൈബർ ടെററിസം ഒരുപാട് ബ്രോഡ് സെൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ ആദ്യം സൈബർ ടെററിസം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ടെററിസം എന്താണ് എന്നൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അൺലാഫുൾ യൂസ് ഓഫ് വയലൻസ് ആൻഡ് ഇൻറ്റിമിഡേഷൻ ടു ഫുൾഫിൽ പൊളിറ്റിക്കൽ എയിംസ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ മേലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് മേലോ ഒക്കെ നടത്തുന്ന ഫിസിക്കലായിട്ടുള്ള വയലൻസിനെയാണ് ടെററിസം എന്ന് പറയുന്നത്. ടെററിസത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് സൈബർ ടെററിസം. സൈബർ ടെററിസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് intended to damage or disrupt vital computer system. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം അതിനൊക്കെ ഡാമേജ് വരുത്തുക അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെയാണ് സൈബർ ടെററിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് അതിനുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. പക്ഷേ ഇതിന് ഒരുപാട് വലിയ ബ്രോഡ് സെൻസ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴേ ഹാക്കിംഗ് ഒരു സൈബർ ടെററിസത്തിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലൊക്കെ കാണാറുണ്ട്, ഏതെങ്കിലും ഒരു രാജ്യത്തെ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു ഭീകര സംഘടനയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗ്രൂപ്പുകളോ ഹാക്കൊക്കെ ചെയ്യുന്നു. ഹാക്ക് ചെയ്തതിന് ശേഷം അവർ ഏതെങ്കിലും തരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ പാനിക് ഉണ്ടാകുന്ന തരത്തിലുള്ള മെസ്സേജൊക്കെ സ്പ്രെഡ് ചെയ്യുക. ഇതും സൈബർ ടെററിസമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴും മെയിനായിട്ട് ഇത്ര കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഐഡിയും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നീട് ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ലെക്ചർ നോട്ട് ഇതാണ്. ഇത് എന്തിനാണ് പ്രിപ്പയർ ചെയ്തത് എന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ലെക്ചർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങളും ഈ മെത്തേഡ് ഫോളോ ചെയ്ത് പഠിക്കണം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഴുതും, അതിനുശേഷമായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഈ പേജ് എത്തിക്കുക. എല്ലാവർക്കും താങ്ക് യു.